പ്രിയ പ്രേക്ഷകരെ, ലോകം മുഴുവൻ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ അറബിക്കടലിനക്കരെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഒരു നിർണായക നീക്കം നടക്കുകയാണ്. ലോകശക്തികൾ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. എന്താണ് അബുദാബിയിലും റിയാദിലും നടന്നത്? എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏറ്റവും വിശ്വസ്തനായ ദൂതനെ അങ്ങോട്ടേക്ക് അയച്ചത്? കേവലം ഒരു സന്ദർശനമല്ല ഇത്, മറിച്ച് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ്. ഭാരതത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുന്ന ആ നീക്കങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇന്ത്യയുടെ കരുത്ത് എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. കഴിഞ്ഞ ശനിയാഴ്ച അബുദാബിയിൽ നടന്ന ഒരു കൂടിക്കാഴ്ച അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാനും നമ്മുടെ അജിത് ഡോവലും തമ്മിലായിരുന്നു ആ കൂടിക്കാഴ്ച. പടിഞ്ഞാറൻ ഏഷ്യയിൽ പലതരത്തിലുള്ള അസ്ഥിരതകൾ നിലനിൽക്കുന്ന ഈ സമയത്ത് മേഖലയിലെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇന്ത്യയും UAEയും കൈകോർക്കുകയാണ്. സാമ്പത്തിക താൽപര്യങ്ങൾക്കപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള വിശ്വാസമാണ് ഈ ചർച്ചയിലൂടെ വ്യക്തമാകുന്നത്. വരാനിരിക്കുന്ന വെല്ലുവിളികളെ എങ്ങനെ ഒരുമിച്ച് നേരിടാം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ധാരണയിൽ അവർ എത്തിക്കഴിഞ്ഞു. അബുദാബിയിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് ഏപ്രിൽ 20 പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡോവൽ സൗദി അറേബ്യയിലും എത്തിയിരുന്നു. അവിടെ സൗദി കിരീടാവകാശിയുമായും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ദീർഘനേരം സംസാരിച്ചു. അന്ന് 4 പ്രധാന കാര്യങ്ങളിലായിരുന്നു ഇന്ത്യ ഊന്നൽ നൽകിയത്. ഗ്ലോബൽ ട്രേഡ്, കടൽ മാർഗമുള്ള ചരക്ക് നീക്കം തടസ്സമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പാക്കുക. 2, ഊർജ്ജ സുരക്ഷ, ഇന്ത്യയുടെ ഇന്ധന ആവശ്യങ്ങൾ സുരക്ഷിതമാക്കുക. 3, വിവര കൈമാറ്റം, സുരക്ഷാ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകോപനം ശക്തമാക്കുക. 4, സാമ്പത്തിക വളർച്ച, ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങൾ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും ഈ 4 കാര്യങ്ങളും എത്രത്തോളം പ്രധാനമാണെന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെയാണ് ഭാരതത്തിന്റെ നയതന്ത്ര വിജയം നമ്മൾ കാണുന്നത്. ലോകത്ത് ഏത് വലിയ രാജ്യത്തോടും കണ്ണിൽ നോക്കി സംസാരിക്കാനും എന്നാൽ സമാധാനത്തിന്റെ പാത കൈവിടാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ലെബനൻ, സിറിയ, യമൻ തുടങ്ങിയ മേഖലകളിൽ അസ്വസ്ഥതകൾ പുകയുമ്പോഴും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. എല്ലാവരും സംയമനം പാലിക്കണം, ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, സാധാരണക്കാരുടെ ജീവിതം സംരക്ഷിക്കപ്പെടണം. ഇസ്രായേൽ ആയാലും ഇറാൻ ആയാലും ഫലസ്തീൻ ആയാലും എല്ലാവരും ഒരേ സമയം സംസാരിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയധികം താല്പര്യം ഈ കാര്യങ്ങളിൽ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. ഗൾഫ് നാടുകളിൽ ലക്ഷക്കണക്കിന് പ്രവാസി സഹോദരങ്ങളാണ് താമസിക്കുന്നത്. അവരുടെ സുരക്ഷ മോദി സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൂടാതെ നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗവും വരുന്നത് ഇവിടെ നിന്നും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫിലെ സമാധാനം ഇന്ത്യയുടെ കൂടെ ആവശ്യമായി മാറുന്നത്. ഒരു വിശ്വഗുരു എന്ന നിലയിൽ ഇന്ത്യ തന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുകയാണ് കേട്ടോ. ചുരുക്കത്തിൽ അജിത് ഡോവലിലൂടെ ഇന്ത്യ നടത്തുന്നത് കേവലം ചർച്ചകളല്ല, മറിച്ച് പുതിയൊരു ലോകക്രമത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം ഉറപ്പിക്കൽ തന്നെയാണ്. സമാധാനവും പുരോഗതിയും ആഗ്രഹിക്കുന്ന ലോകത്തിന് ഇന്ത്യ നൽകുന്ന ഉറപ്പാണ് ഈ നീക്കങ്ങൾ. നമ്മുടെ ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണവും രാജ്യസ്നേഹവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനം നൽകുന്നതാണ്.